മധ്യകേരളത്തിലും മഴക്കെടുതി രൂക്ഷമാണ്. എറണാകുളം, കോട്ടയത്തും വീടുകൾ തകർന്നു. ആലപ്പുഴ, കുട്ടനാട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. നിലവിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ട്. എറണാകുളം ഇടത്തല തേവയ്ക്കലിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. തേവയ്ക്കൽ സ്വദേശി ലൈജുവിന്റെ 2.5 വർഷം മുൻപ് മാത്രം നിർമ്മിച്ച വീടാണ് തകർന്നത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ലൈജു രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഞാൻ വീട്ടിൽ 2:30 വന്നാണ്. 2 ഞാനൊരു ഒച്ച കേട്ട്, മണ്ണിന്റെ ഒച്ച. അപ്പൊ എന്താ സംഭവം ഞാൻ പറഞ്ഞു. വന്ന് നോക്കിയപ്പോ ഞാനിവിടെ 2 ചാല് വെച്ചുള്ളൂ. 2 ചാല് വെച്ചപ്പോ തന്നെ അവിടുന്ന് ഒറ്റയടിക്ക് വീണത്. കോട്ടയം കുറിച്ചിയിൽ വീടിടിഞ്ഞു വീണു. കുഞ്ഞങ്കവല ശോഭാ ഷാജിയുടെ വീടാണ് തകർന്നു വീണത്. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആലപ്പുഴ, കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. തൃശൂർ കുന്നംകുളം പഴുന്നാനിയിൽ കെട്ടിടം തകർന്നു വീണു. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ഖനനം, തോട്ടം മേഖലയിലെ ജോലികൾ എന്നിവയ്ക്കുള്ള നിരോധനം തുടരുകയാണ്. മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇന്നലെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് വീണ്ടും മണ്ണിടിഞ്ഞത്. ശക്തമായ കാറ്റിൽ ഉടുമ്പൻചോല പാറത്തോട്ടിൽ തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന വീടുകൾ തകർന്നു. അതേസമയം മധ്യകേരളത്തിൽ നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.